2010 മെയ് 22 ദുബായിൽ നിന്നും മാംഗ്ലൂരിലേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനം മാംഗ്ലൂരിൽ ഒരു റൺവേ എക്സ്കർഷൻ ഉണ്ടാവുകയും വിമാനം റൺവേ ഓവർഷൂട്ട് ചെയ്ത് 50 മലയാളികൾ ഉൾപ്പെടെ ഏതാണ്ട് 158 ആളുകളുടെ മരണത്തിനിടയാക്കുകയും ചെയ്തു. ഈ ആക്സിഡൻറ്റിൻ്റെ പ്രധാനമായ കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഞാൻ ഷാജി കരുണാകരൻ. പ്ലെയിൻ ടോക്ക് മലയാളത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ദുബായിൽ നിന്നും മാംഗ്ലൂരിലേക്കുള്ള ഈ വിമാനത്തിൻ്റെ യാത്ര കമാൻഡർ ക്യാപ്റ്റൻ സാൾക്കോയുടെ ഒരു സെർബിയൻ എക്സ്പാട്രിയേറ്റ് പൈലറ്റായിരുന്നു. ഫസ്റ്റ് ഓഫീസർ ക്യാപ്റ്റൻ സബീന്ദർ സിംഗ് അലുവാലിയ, എക്സ് ജെറ്റ് എയർവേസും അവിടെ നിന്നും ഒരു വർഷം മുമ്പ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ജോയിൻ ചെയ്ത പൈലറ്റുമാണ്. ഇവർ രണ്ടുപേരും മാംഗ്ലൂരിൽ നിന്നും ദുബായിലേക്ക് ഈ ഫ്ലൈറ്റ് കൊണ്ടുപോവുകയും ദുബായിൽ ഒരു ക്വിക്ക് ടേൺ അറൗണ്ട് ചെയ്ത് തിരിച്ച് മാംഗ്ലൂരിലേക്ക് വരികയുമായിരുന്നു. രണ്ടുപേരും മാംഗ്ലൂരിൽ ലാൻഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റുമാരാണ്. മാംഗ്ലൂർ അങ്ങനെയുള്ള സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത ആളുകൾക്ക് മാത്രമേ ടേബിൾ ടോപ്പ് റൺവേയിൽ ലാൻഡ് ചെയ്യാനുള്ള പെർമിഷനുള്ളൂ. ക്യാപ്റ്റൻ സാൾക്കോ ആവശ്യത്തിന് ബാംഗ്ലൂർ ലാൻഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാപ്റ്റൻ അലുവാലിയായും. ഈ വിമാനത്തിൽ 160 യാത്രക്കാരും 6 ക്രൂവുമാണ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. ഈ വിമാനം ക്വിക്ക് ടേൺ അറൗണ്ട് കഴിഞ്ഞ് തിരിച്ചു മാംഗ്ലൂരിലേക്ക് വരുന്ന സമയത്ത് ഏതാണ്ട് ക്രൂയിസ് ഓൾട്ടിറ്റ്യൂഡിൽ 77 നോട്ടിക്കൽ മൈൽ മുമ്പ് തന്നെ ക്യാപ്റ്റൻ മാംഗ്ലൂർ ATCയെ കോൺടാക്റ്റ് ചെയ്തു. എന്നാൽ മാംഗ്ലൂരത്തെ ഏരിയ കൺട്രോൾ റഡാർ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അവർ വിമാനത്തിന് മാംഗ്ലൂരിലേക്കുള്ള അപ്രോച്ചിനുള്ള ക്ലിയറൻസ് കൊടുക്കുകയും വിസിബിലിറ്റി ഏതാണ്ട് 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്നും റൺവേ 24 ലാൻഡ് ചെയ്യാൻ അതിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയും ചെയ്തു. ഈ വിമാനം അതനുസരിച്ച് ഫ്ലൈറ്റ് കണ്ടിന്യൂ ചെയ്തു. എന്നാൽ പിന്നീട് CVR അനാലിസിസിൽ 125 മിനിറ്റിൽ 110 മിനിറ്റ്, അതായത് 1 മണിക്കൂർ 50 മിനിറ്റോളം സമയം ക്യാപ്റ്റനും കോ പൈലറ്റുമായിട്ടുള്ള യാതൊരു കോൺവെർസേഷനും ഇല്ലായിരുന്നു. മാത്രമല്ല ക്യാപ്റ്റൻ വിമാനത്ത് ഉറങ്ങുകയായിരുന്നു എന്നും കൂർക്കമ്പലിയുടെ ശബ്ദം ഉടനീളം കേൾക്കുകയും ചെയ്യാമായിരുന്നു. കോ പൈലറ്റാണ് ഈ ഫ്ലൈറ്റ്സ് അതുവരെ പറപ്പിച്ചുകൊണ്ടിരുന്നത്. വിമാനം ഡിസൻറ്റ് ക്ലിയറൻസ് എടുത്തതിന് ശേഷം ക്യാപ്റ്റൻ ഏതാണ്ട് 15 മിനിറ്റ് മുമ്പാണ് വിമാനം ലാൻഡ് ചെയ്യുന്നതിന് 15 മിനിറ്റ് മുമ്പ് മാത്രമാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. അതായത് ക്യാപ്റ്റൻ ഒരു സ്ലീപ്പ് ഇനർഷ്യ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഉറക്കം തൂങ്ങി ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മാത്രമല്ല ക്യാപ്റ്റനും കോ പൈലറ്റും ഈ സിർക്കാഡിയം ലോ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഇത്രയും സമയം വിമാനം പറപ്പിച്ചിരുന്നത്. സിർക്കാഡിയം ലോ എന്ന് പറയുന്നത് ഏതാണ്ട് രാത്രി 2 മണിക്കും രാവിലെ 5 മണിക്കും ഇടയ്ക്കുള്ള സമയമാണ് സിർക്കാഡിയം ലോ. അതായത് നമ്മുടെ ബോഡി ക്ലോക്കിൻ്റെ ഫങ്ഷൻ നോർമൽ ആയിരിക്കുകയില്ല. ഇത് രണ്ടും കൂടി വന്നപ്പോൾ ഈ സ്ലീപ്പ് ഇനേർഷ്യയും കൂടി വന്നപ്പോൾ ക്യാപ്റ്റൻ ഉറക്കം തെളിഞ്ഞെങ്കിലും ക്യാപ്റ്റന് ശരിക്കുള്ള ഒരു സെൻസിലല്ലായിരുന്നു. ക്യാപ്റ്റൻ ആ അപ്രോച്ച് കണ്ടിന്യൂ ചെയ്യാൻ ക്ലിയറൻസ് എടുത്തു. ഏരിയ കൺട്രോളിൽ ക്ലിയറൻസ് ചോദിച്ചപ്പോൾ അവർ ഏതാണ്ട് 4400 അടി ഉയരത്തിൽ വെച്ച് ഈ വിമാനത്തിന് ലാൻഡ് ചെയ്യാനുള്ള ക്ലിയറൻസ് കൊടുത്തു. സാധാരണഗതിയിൽ അപ്രോച്ചിൽ ഈ വിമാനത്തിന് 2000 അടിയിൽ മുകളിൽ പെർമിഷൻ കിട്ടുന്നതല്ല. റഡാർ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ലായിരുന്നു ഒരു കാരണം. രണ്ടാമത് പൈലറ്റിൻ്റെ സ്ലീപ്പ് ഇനർഷ്യ കാരണം ആ ഓൾട്ടിറ്റ്യൂഡിൽ നിന്നും ഒരു വിധത്തിലും ചെയ്യാൻ പാടില്ലാത്ത ഒരു അപ്രോച്ചിലേക്ക് ക്യാപ്റ്റൻ തുനിയുകയായിരുന്നു. ഫസ്റ്റ് ഓഫീസർ അലുവാലിയ വാൺ ചെയ്ത് ക്യാപ്റ്റനെ അൺസ്റ്റെബിലൈസ്ഡ് അപ്രോച്ചാണ് കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന് 3 പ്രാവശ്യത്തെ വാർണിംഗ് കൊടുത്തു കഴിഞ്ഞിട്ടും ക്യാപ്റ്റൻ എന്നാൽ ആ അപ്രോച്ച് ഗോ അറൗണ്ട് ചെയ്യാൻ മടിക്കുകയാണ് ഉണ്ടായത്. പ്രധാനമായിട്ടുള്ള കാരണം അവരുടെ ഒരു കോക്ക്പിറ്റിൽ അന്നുണ്ടായിരുന്ന ഒരു സ്റ്റീപ്പായിട്ടുള്ള ഒരു അതോറിറ്റി ഗ്രേഡിയൻറ്റിൽ ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറിനേക്കാളും വളരെ മുകളിലായതുകൊണ്ട് ക്യാപ്റ്റൻ്റെ കോൺഫിഡൻസ് ലെവൽ അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ലെവലാണ് ആ നിലയിലേക്ക് കൊണ്ടുപോയത്. ഗ്ലൈഡ് സ്ലോപ്പ് അപ്രോച്ചിൽ സാധാരണഗതിയിൽ വിമാനം ഗ്ലൈഡ് സ്ലോപ്പിനെ അതിൻ്റെ താഴെ നിന്നും വന്ന് ഗ്ലൈഡ് സ്ലോപ്പിനെ ഇൻ്റർസെപ്റ്റ് ചെയ്താണ് ലാൻഡ് ചെയ്യുന്നത്. ഇത് അതായത് ഏതാണ്ട് 2000 അടി ഓൾട്ടിറ്റ്യൂഡിൽ നിന്നുമാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. 4000 അടിയായിരുന്നു. അതുകൊണ്ട് ക്യാപ്റ്റൻ
ഫസ്റ്റ് ഓഫീസറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വകവയ്ക്കാതെ അപ്രോച്ച് കണ്ടിന്യൂ ചെയ്തു. 8000 അടിയുള്ള റൺവേയിൽ 5200 അടി താണ്ടിയതിന് ശേഷം മാത്രമാണ് വിമാനം ടച്ച് ഡൗൺ ചെയ്തത്. വിമാനം ടച്ച് ഡൗൺ ചെയ്തതിന് ശേഷം ക്യാപ്റ്റൻ വിമാനത്തെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രേക്സ് അപ്ലൈ ചെയ്യുകയും അതുപോലെ തന്നെ റിവേഴ്സ് ത്രസ്റ്റ് യൂസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ റൺവേ പെട്ടെന്ന് തീരുന്നത് കണ്ട് ഏതാണ്ട് 800 അടി മാത്രം റൺവേ ബാക്കി നിൽക്കെ ക്യാപ്റ്റന് മനസ്സിലായി ഈ വിമാനം അവൈലബിൾ ആയിട്ടുള്ള റൺവേയിൽ നിർത്താൻ സാധിക്കുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിമാനത്തെ തിരിച്ച് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും എൻജിൻ ആക്സിലറേറ്റ് ചെയ്യുകയും ചെയ്തു. വളരെ ലേറ്റായിപ്പോയി. ഫ്ലാപ്സ് എക്സ്റ്റെൻഡഡ് ആയിരുന്നു, ലാൻഡിംഗ് ഗിയർ നിലത്ത് ടച്ച് ചെയ്തിരുന്നു, റിവേഴ്സ് ത്രസ്റ്റർ ഓപ്പറേറ്റ് ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ ഈ വിമാനത്തിന് എയർബോൺ ആകാൻ സാധിച്ചില്ല. റൺവേ ഓവർഷോട്ട് ചെയ്ത് റൺവേ എൻഡ് സേഫ്റ്റി ഏരിയ ഏതാണ്ട് 90 മീറ്റർ ഡിസ്റ്റൻസാണ് സാൻഡ്ഫീൽഡ് ആയിട്ടുള്ള ഒരു ഏരിയയുണ്ട്. അതായത് ഏതെങ്കിലും രീതിയിൽ റൺവേ എക്സ്കേർഷൻ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിമാനം തനിയെ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. ഈ പ്രൊവിഷനിലും വിമാനം നിൽക്കാതെ വിമാനത്തിൻ്റെ വലതുവശത്തെ വിങ് ഒരു ആൻറ്റനായുടെ ബേസിൽ, ഗ്രൗണ്ട് ആൻറ്റനായുടെ ബേസിൽ ഇടിക്കുകയും വിമാനത്തിൻ്റെ കൺട്രോള് മൊത്തമായിട്ട് പോയിട്ട് വിമാനം ഏതാണ്ട് 900-ലധികം അടി താഴത്തേക്ക് പതിക്കുകയും ഉണ്ടായി. അതിൻ്റെ ഡെബ്രീസ് ഏതാണ്ട് 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെയുള്ള ഡിസ്റ്റൻസിൽ ആയിരുന്നു കാണപ്പെട്ടത്. ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് ഏതാണ്ട് ഞാൻ പറഞ്ഞതുപോലെ 158 ആളുകൾ ജീവൻ വെടിയേണ്ടി വന്നു. അതിൽ 50ഓളം മലയാളികളുണ്ടായിരുന്നു. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്ന് ഉള്ളവരായിരുന്നു പ്രധാനമായിട്ടും. എന്നാൽ 8 ആളുകൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായി. അതിൽ 5 മലയാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. വിമാനത്തിൽ ഇങ്ങനെയുള്ള അത്യാധുനികമായ സാങ്കേതിക വിദ്യകളും വാർണിംഗ് സിസ്റ്റവും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും, അതുപോലെ തന്നെ രണ്ടാമത്തെ പൈലറ്റ്, അതായത് ഫസ്റ്റ് ഓഫീസറുടെ വാർണിംഗ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും വിമാനം നിർഭാഗ്യവശാൽ ക്രാഷ് ചെയ്യുകയും അത് ഏതാണ്ട് 158 ആൾക്കാരുടെ ജീവനെ അപഹരിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയും ഗവൺമെൻറ്റും റെഗുലേറ്റേഴ്സും അതിനെ കൂടുതലായിട്ട് ട്രെയിനിങ് കൊടുത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. വിമാനത്തിൻ്റെ നിർമ്മാതാക്കളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് വിമാനത്തെ കൂടുതലായിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് ഉണ്ടാക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഭാവിയിൽ അതുകൊണ്ട് തന്നെ ഭാവിയിൽ നമുക്ക് പ്രത്യാശിക്കാം ഇങ്ങനെയുള്ള ആക്സിഡൻസുകൾ ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ തന്നെ വളരെ വിരളമായേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ തുടർന്നും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.